സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ലോക ശ്രദ്ധ ആകർഷിച്ച ഇന്ത്യൻ എഴുത്തുകാരി ശ്രീമതി അനിത നായരാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അനിതയുടെ ഏറ്റവും പുതിയ നോവലായ ഈറ്റിംഗ് വാസ്പ് കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്യപ്പെട്ടു. ഈ നോവലിൻ്റെ പശ്ചാത്തലത്തിൽ അനിത നായർ കൗമുദി ടിവിയുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തി. സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീമതി അനിത നായർ. നമസ്കാരം. ഈറ്റിംഗ് വാസ്പ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ നോവൽ താങ്കളുടെ മറ്റേത് നോവലിനെയും പോലെ വളരെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നു എന്നതിലുപരി കേരളത്തിലെ വായനാ സമൂഹത്തിന് മുന്നിൽ ഒരു വലിയ കൗതുകം ഉണർത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിലെ കഥാനായിക ശ്രീലക്ഷ്മി മലയാളത്തിലെ വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരിയായിരുന്ന രാജലക്ഷ്മിയുമായി ഏറെ സാമ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട് വായിക്കുന്നവർക്ക്. ഇത് ശരിക്കും രാജലക്ഷ്മിയുടെ കഥയാണോ? ഇത് രാജലക്ഷ്മിയുടെ കഥയല്ല. ശ്രീലക്ഷ്മിയിൽ രാജലക്ഷ്മിയുണ്ട്, പക്ഷേ ഇത് രാജലക്ഷ്മിയുടെ കഥയല്ല. ഒരു എന്താ പറയുക, 1965 മരിച്ച ഒരു റൈറ്റർ ആ സമയത്ത് എന്തുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്തു, അവരുടെ ജീവിതം എന്തായിരിക്കാം എന്നുള്ള ഒരു ചെറിയൊരു അന്വേഷണമാണ്. പക്ഷേ അതിനേക്കാട്ടിലും വലുതായിട്ടുള്ള ഒരു ചോദ്യം ഇതിൽ വരുന്നത് എന്താ വെച്ചാൽ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീക്ക് എന്തൊക്കെയാണ് അവരുടെ ചാലഞ്ചസ് ഉണ്ടായിരുന്നത് അവരുടെ ജീവിതത്തിൽ. എസ്പെഷ്യലി ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, വെൽ എഡ്യൂക്കേറ്റഡ്, പിന്നെ ലിറ്റററി ഫെയിം ആൻഡ് റെക്കഗ്നിഷൻ കിട്ടിയ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് പെട്ടെന്ന് 35-ാമത്തെ വയസ്സിൽ അവർ ആത്മഹത്യ ചെയ്യുന്നു? അത് എന്തൊക്കെ തകർച്ചകൾ ഉണ്ടായാലും ആത്മഹത്യയാണോ അതിനുള്ള ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ അതാണോ അവരുടെ ജീവിതത്തിൻ്റെ അവസാനം ആവേണ്ടത് എന്നുള്ളൊരു ചോദ്യത്തിനുള്ളൊരു ചെറിയൊരു അന്വേഷണവും, ഉത്തരമില്ല പക്ഷേ അന്വേഷണം, അതിലൊരു അന്വേഷണം നടത്തുന്നുണ്ട്, ഉത്തരം കണ്ടെത്തുന്നില്ല. അതെ. ഒരുപക്ഷെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫിനാൻഷ്യലി വളരെ സ്റ്റേബിളായിട്ടുള്ള, അല്ലെങ്കിൽ റെക്കഗ്നീഷനുള്ള, ഫെയിമുള്ള, അല്ലെങ്കിൽ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ സുരക്ഷിതത്വമുണ്ടെന്ന് നമ്മൾ കരുതുന്നു ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു. അത്തരം ഒരു വലിയ ബ്രോഡ് സെൻസിൽ അത്തരം ഒരു വിഷയത്തെ കൂടെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതെ, കാരണം ആ സമയത്ത് തന്നെ സിൽവിയ പ്ലാത്ത് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരി ഉണ്ടായിരുന്നു. പിന്നെ രാജലക്ഷ്മിയെ ധാരാളം കമ്പയർ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ വിക്കിപീഡിയയിൽ പോയി നോക്കിയാൽ പറയണത് വെർജീനിയ വുൾഫിനെ കുറിച്ചാണ് പറയണത്. ഈ പുസ്തകത്തിൽ ശ്രീലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ കേരളത്തിലത്തെ വെർജീനിയ വുൾഫ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ എല്ലാം ഉണ്ട് കയ്യിൽ. പക്ഷേ പിന്നെ ഇപ്പം അടുത്ത കാലത്ത് റോബിൻ വില്യംസ് എന്ന് പറഞ്ഞ നടൻ, പിന്നെ ആന്റണി ബുർദോ എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായ TV ഷെഫും പേഴ്സണാലിറ്റിയും എഴുത്തുകാരനും എല്ലാമായ ഇവർക്ക് നമ്മൾ ചോദിച്ചാൽ എത്രയോ ആൾക്കാർ അവരുടെ ജീവിതം കണ്ട് അസൂയപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ഈ എന്താ പറയുക, പ്രതിഭകൾ എന്തുകൊണ്ട് അവർ ആത്മഹത്യയിലേക്ക് അവർ ഇറങ്ങുന്നത്, എന്താണൊരു കാരണം, അതും കുറച്ച് എനിക്ക് എന്താ പറയുക മനസ്സിലാക്കണം എന്നുള്ളൊരു, ഞാൻ പറയുന്നത് ഇതിനൊന്നും നമുക്കൊരു കൃത്യം ഉത്തരം കിട്ടുന്നില്ല, പക്ഷേ മനസ്സിലാക്കാനുള്ളൊരു ചെറിയ ശ്രമം. എന്നും രാജലക്ഷ്മിയുടെ മരണം അല്ലെ അന്നത്തെ തലമുറയ്ക്കും അല്ലെ അതിനുശേഷം വന്ന നന്നായിട്ട് വായിക്കുന്ന ആൾക്കാർക്കും ഇടയിൽ എന്നും ഒരു ദുരൂഹതയാണ്. എന്തിനു വേണ്ടി അവർ ആത്മഹത്യ ചെയ്തു? ഇതിപ്പോൾ അനിത നേരത്തെ പറഞ്ഞു ഇതിൽ ഉത്തരം കണ്ടെത്തുന്നില്ല. എങ്കിലും ഇതിൻ്റെ കുറേ ദൂരം ഇതിനോടൊപ്പം സഞ്ചരിച്ചു, അല്ലെ ഈ എഴുതാൻ വേണ്ടിയുള്ള കുറേ അന്വേഷണങ്ങളെല്ലാം ഉണ്ട്. എന്തായിരിക്കും ഒരു പക്ഷേ രാജലക്ഷ്മി ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം? എനിക്കറിയില്ല. ഞാൻ അവരുടെ പുസ്തകങ്ങൾ, അവരെഴുതിയ കഥകൾ എല്ലാം വായിച്ചു. അതിലൊന്നും നമ്മൾ കാണുന്ന എവിടെയോ ഒരു സ്ട്രീക്ക് ഓഫ് മെലങ്കുലി എന്ന് പറയില്ലേ, അതുണ്ട്. അപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു മാനസിക തളർച്ച അതായിരിക്കാം വേണമെങ്കിൽ കാരണം, അല്ലെങ്കിൽ എല്ലാം ഉണ്ടായിട്ട് ഒന്നുമില്ല എന്നുള്ള ഒരു തോന്നൽ വന്നാലും മതിയല്ലോ. അത് വേട്ടയാടി തുടങ്ങിയാൽ പിന്നെ അതിനൊരു ഒരു എസ്കേപ്പ് ഇല്ല ആ ഒരു ഭാഗത്തുനിന്ന്. അങ്ങനെയുള്ള ഒരു കാരണമായിരിക്കാം. എല്ലാ ആത്മഹത്യകളും ഒരു കൃത്യം കാരണം കൊണ്ടാണ് നടക്കുന്നതെന്നൊന്നും എവിടെയും പറയാൻ പറ്റില്ല നമുക്കത്. ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ ഒരു റൈറ്റർ ഒരു കഥാപാത്രത്തെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കുന്നതിന് യാതൊരു പ്രസക്തിയില്ല. പക്ഷേ എങ്കിലും രാജലക്ഷ്മിയെക്കുറിച്ച് എഴുതണം എന്നുള്ളത് ഒരുപക്ഷെ അനിത മുണ്ടക്കോട്ട് കുറിശി, ഒറ്റപ്പാലത്തിനടുത്തുള്ള മുണ്ടക്കോട്ട് കുറിശിയിലുള്ള ഒരാളാണ്. രാജലക്ഷ്മി പാലക്കാട് വിക്ടോറിയ കോളേജിലെ അധ്യാപികയായിരുന്നു, NSS കോളേജിലായിരുന്നു. അന്നേരം ആ ഒരു ഇത് നേരത്തെ തൊട്ടേ മനസ്സിലുണ്ടായിരുന്നോ അതോ പെട്ടെന്ന്
വന്നതാണ്? ഞാൻ ഒരു ആദ്യം രാജലക്ഷ്മിയുടെ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല. ഇടയ്ക്ക് ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഞാനിപ്പോൾ വായിച്ച മലയാളം ഗ്രേറ്റ്സ് എന്ന് പറയില്ലേ, അതിൽ ഇവരെന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ഈ കഥ ഞാൻ അല്ലെങ്കിൽ ഈ ക്യാരക്ടർ തിരഞ്ഞെടുത്തു എന്ന് പറയാനും എനിക്കൊരു കൃത്യം ഒരു കാരണമില്ല, ഉത്തരമില്ല. പക്ഷേ ചിലപ്പോൾ ഒരു കഥാപാത്രം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ കയറി നിന്ന് പറയാണ്, എഴുതൂ, എന്നെക്കുറിച്ച് എഴുതൂ, അങ്ങനെ ശരിക്കുള്ള ഒരു ഉൾവിളിയാണത്. ആയിരിക്കും, എനിക്കറിയില്ല. അതിനല്ലാതെ വേറൊരു ഉത്തരമല്ല. കാരണം ഞാൻ അവരങ്ങനെ ഇപ്പോൾ ഞാൻ ധാരാളം MT എഴുതിയത് അല്ലെങ്കിൽ മുകുന്ദൻ എഴുതിയത് ഇവരുടെയൊക്കെ കഥകളും ഒക്കെ വായിച്ച ആളാണ്. OV വിജയൻ അങ്ങനെ അല്ലെങ്കിൽ KR മീര അവരുടെയൊക്കെ കഥകളൊക്കെ വായിച്ച ആൾക്കാരാണ്. അപ്പോൾ ഈ റൈറ്റേഴ്സിനോടൊക്കെ തോന്നിയ ഒരു എന്താ പറയുക അടുപ്പം അതൊന്നും ഇവരായിട്ട് അങ്ങനെ ഒന്നുമില്ല. ഈ പുസ്തകം എഴുതാൻ വേണ്ടി അവരുടെ രചനകളെല്ലാം വായിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവരെൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്ന് എന്താ പറയുക, ശരിക്ക് കയറി കൂടുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ പിന്നെ ഇവരുടെ പുസ്തകങ്ങളൊക്കെ അന്വേഷിച്ച് പിടിച്ച് വായിക്കാൻ തുടങ്ങിയത്. ഞാൻ അത് വായിച്ചപ്പോൾ അവരെക്കുറിച്ചുള്ള ഒരു തോന്നൽ എന്തായിരുന്നു? ഷീസ് എ വെരി അൺഹാപ്പി വുമൻ. അതാണ് ആസ് എ റൈറ്റർ ഷീസ് എ ഗുഡ് റൈറ്റർ. ഐ ഡോണ്ട് തിങ്ക് ഷീസ് എ ഗ്രേറ്റ് റൈറ്റർ. ഒരു പക്ഷേ കുറെ കൂടെ കാലം ഉണ്ടായിരുന്നതിൽ ഒരു പക്ഷേ ഒരു ഗ്രേറ്റ് റൈറ്റർ ആയിരുന്നു. പിന്നെ കുറച്ചും കൂടെ നമ്മൾ പറയില്ലേ ജീവിത അനുഭവങ്ങൾ, ഇവരുടെ ഒരു ജീവിതം ഒരു ചെറിയ ഒരു ഒതുങ്ങിയ ഒരു ജീവിതമാണ്. ആ ഒരു ചെറിയൊരു വഴിയിലൂടെയാണ് സഞ്ചരിച്ചത്. ആ ഒരു അപ്പം അതിൻ്റെ ഉള്ളിൽ അവർ എത്രത്തോളം അവർക്ക് എഴുതാൻ പറ്റിയിരുന്നു അതിൽ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനൊരു എന്താ പറയുക, വേറെ നമ്മൾ എത്രയോ റൈറ്റേഴ്സിനെ വായിച്ചിട്ടുണ്ട്, അത് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ബാക്കി ഭാഷകളിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത റൈറ്റേഴ്സും ഒക്കെ. അതിൻ്റെ ഒരു എന്താ പറയുക എപ്പിക് പ്രൊപ്പോർഷൻ എന്ന് പറയില്ലേ, അത് എനിക്ക് അവരുടെ എഴുത്തിൽ കാണാൻ പറ്റില്ല. പക്ഷേ ആ സമയത്ത് അവരെഴുതിയ ചില കാര്യങ്ങൾ ഒക്കെ ആ സമയത്ത് ഭയങ്കര മോഡേൺ ആയിട്ട് കാണാനേ പറ്റുള്ളൂ. ഭയങ്കര ആ ഒരു ഷീ വാസ് മച്ച് അഹെഡ് ഓഫ് ഹർ ടൈംസ്. അപ്പോൾ അതുകൊണ്ടും ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് കിട്ടേണ്ട ഒരു അംഗീകാരം, അല്ലെങ്കിൽ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കും, പക്ഷെ ആത്മസംതൃപ്തി അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. സ്വയം ഞാൻ ഇത് എഴുതി ഇതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായി എന്നുള്ള ഒരു അവരുടെ ഈ കഥ രചനകൾ അതിൽ അവരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു എന്നാണ്. കാരണം വായിക്കുമ്പോൾ ചില കഥകളിൽ നമുക്ക് ശരിക്കും കാണാൻ ഞാനിപ്പോൾ കുറേ കൊല്ലമായി എഴുതണു. അപ്പോൾ നമുക്കൊരു വായിക്കുമ്പോൾ വേറെ റൈറ്റേഴ്സിൻ്റെ കൃതികളും ഒക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ എനിക്കറിയാം വളരെ കൃത്യമായിട്ട് അവരെക്കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷേ പിന്നെ അന്വേഷിക്കുമ്പോൾ അറിയാം ഇവരുടെ ജീവിതത്തിൽ കുറേ എന്താ പറയുക ബയോഗ്രാഫിക്കൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സ്വന്തം ജീവിത അനുഭവങ്ങളാണ് അവർ എഴുത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു സെൻസ്, ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഇൻറ്റ്യൂട്ടീവ് സെൻസ് ഉണ്ട് ഇവരുടെ പുസ്തകം വായിക്കുമ്പോൾ. ദാറ്റ് മോസ്റ്റ് ഓഫ് ഹെർ റൈറ്റിംഗ് ഇസ് ബേസ്ഡ് ഓൺ ഹെർ സെൽഫ്, അല്ലെങ്കിൽ ഷീ ഈസ് ദ പ്രൊട്ടാഗനിസ്റ്റ് ഇൻ ദ റൈറ്റിംഗ്. ഇപ്പോൾ അനിതയുടെ പല രചനകളും വെറും ഭാവന മാത്രമല്ല, ഒരു റിസർച്ച് ഉണ്ട് എല്ലാത്തിലും. ഇതിൽ എത്രമാത്രം റിസർച്ച് ഉണ്ട് ഇവരുടെ ജീവിതത്തിൽ? ഇവരുടെ ജീവിതം നമ്മൾ റിസർച്ച് ചെയ്യാൻ പോയാൽ വളരെ കുറച്ച് ഇൻഫർമേഷനാണ് കിട്ടുള്ളൂ ഔട്ട് ദെയർ എന്ന് പറയണത്. ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ അല്ലെങ്കിൽ പിന്നെ കിട്ടിയത് കുറച്ച് അവരുടെ മരണശേഷം ഉണ്ടായ ചില റൈറ്റപ്സ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇതിൽ എന്നെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തത് അവരുടെ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ഒബിച്വറി നോട്ടീസ് വന്നത്. എനിക്ക് തോന്നുന്നത് കേരള കൗമുദി തന്നെയാണ് അത് റൺ ചെയ്തത്. അതിൽ വന്ന ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ വായിച്ചപ്പോഴാണ് എങ്ങനെയാണ് ഇവർ ആത്മഹത്യ ചെയ്തത് പറഞ്ഞാൽ ഇവർ തൂങ്ങി മരിച്ചു, ഇവരൊരു കത്തെഴുതി വെച്ചു ഇങ്ങനെ ആർക്കോ കൊടുക്കാൻ, ഒരു എന്താ പറയുക ടെസ്റ്റ് പേപ്പേഴ്സോ എന്തോ കറക്റ്റ് ചെയ്തിട്ട് അതെന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹെർ ഡെത്ത്, അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പോൾ ഇത് ഒരാൾ മരിച്ചു എന്നുള്ളത് അറിയാം, ഇങ്ങനെ മരിച്ചു എന്നും അറിയാം, പക്ഷേ എന്തുകൊണ്ട് മരിച്ചു എന്നുള്ള ഭാവന അവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്.